സോ ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ യൂണിറ്റ് 1 എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. സോ എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് എത്ര ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു പേപ്പറിനെ തിരിച്ചിരിക്കുന്നതെന്നും അതിനകത്ത് ഓരോന്നിനകത്തും വരുന്ന ചാപ്റ്ററുകളുടെ എണ്ണവും കാര്യങ്ങളും ഒക്കെ തന്നെ, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സോഷ്യോളജിയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷനും ഒക്കെ കൂടി നമ്മൾ പരിചയപ്പെട്ടിരുന്നു. സോ ഇന്ന് നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എൻവയോൺമെന്റൽ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്, അഥവാ യൂണിറ്റ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു യൂണിറ്റ് മെയിൻ ആയിട്ട് 2 പാർട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ക്ലാസ് നമ്മൾ ഒത്തിരി ലാഗടിപ്പിക്കാൻ പാടില്ല, അല്ലെ ഒത്തിരി എന്താ പറയാ വലിച്ചു നീട്ടാൻ നമ്മൾ പാടില്ലല്ലോ. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് 2 പാർട്ടുകളായിട്ട് ഈ ഒരു യൂണിറ്റിനെ തിരിച്ചിരിക്കുന്നത്. പാർട്ട് 1 എൻവയോൺമെന്റൽ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ്. എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് 1ന്റെ പാർട്ട് 1 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇവിടെ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഓൾറെഡി ആ ഇൻട്രൊഡക്ടറി വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിരുന്ന ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പരിചയപ്പെടുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ട് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്താന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് 2 വാക്കുകളാണ് പറയുന്നത്, എൻവയോൺമെന്റും അതുപോലെ തന്നെ സോഷ്യോളജിയും. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഐഡിയ മനസ്സിലാവും എന്താണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പ്രകൃതിയും സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും ആണ് അല്ലെ. ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരു ബ്രാഞ്ചിനെയാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്ന് ആക്ച്വലി പറയുന്നത് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജി ഈസ് ദി സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി ബിലീവ്. അതായത് ഈ ഒരു ഡെഫിനിഷൻ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ആരെങ്കിലും നമ്മൾ എന്താണ് സോഷ്യോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യോളജിയെ ഡിഫൈൻ ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തെ കുറിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതിയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അഥവാ അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന പ്രക്രിയയാണ് സോഷ്യോളജി മുന്നോട്ട് വെക്കുന്നത്. സോ അതിനകത്ത് നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ പഠിക്കുന്നത്? മനുഷ്യരെ കുറിച്ചിട്ടായിരിക്കും അല്ലെ. മനുഷ്യരുണ്ട്, അതുപോലെ തന്നെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ട്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പിന്നെ അവ തമ്മിലുള്ള ഇന്ററാക്ഷനുകളുണ്ട് അല്ലെ. ഓരോ ഗ്രൂപ്പ് നമ്മൾ മാത്രമാണോ സമൂഹത്തിലുള്ള? അല്ല, മറ്റു മനുഷ്യരും ഉണ്ട്. അപ്പൊ അവരും ഒക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലൂടെ ഓരോ പ്രോസസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ സൊസൈറ്റിക്ക് എന്താണ് ഓരോ തരത്തിലുള്ള സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ അതിൽ ഓരോ പ്രോസസ്സുകളുമാണ്, ഓരോ ടൈപ്പ് ഓഫ് പ്രോസസ്സുകളും ആയിരിക്കും അവിടെ നടക്കുന്നത്. അവയൊക്കെയാണ് നമ്മൾ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ അഥവാ സോഷ്യോളജി എന്നൊരു സബ്ജക്ട് ബേസിസിൽ നമ്മൾ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയും. ഇനി എൻവയോൺമെന്റൽ സോഷ്യോളജിയിലേക്ക് വരുമ്പോഴത്തേന് അതിനകത്ത് വരുന്ന ചേഞ്ച് എന്താണ്? ഇതിനകത്ത് ഇവിടെ റെയ്ലി ഡൺലപ്പും അതുപോലെ തന്നെ വില്യം കാർട്ടനും കൂടി കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് എൻവയോൺമെന്റൽ സോഷ്യോളജിയെ കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്? എൻവയോൺമെന്റൽ സോഷ്യോളജി ഈസ് ദി സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ സൊസൈറ്റി ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയോൺമെന്റ്. അതായത് മനുഷ്യനുള്ളതായിട്ടുള്ള അടങ്ങിയതായിട്ടുള്ള സമൂഹവും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ള അതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ എൻവയോൺമെന്റും തമ്മിൽ റിലേറ്റ് ചെയ്ത് വരുന്ന, അല്ലെ അതിനെ രണ്ടിനെയും കൂടി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സ്റ്റഡിയാണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? റെയ്ലി ഡൺലപ്പും അതുപോലെ തന്നെ വില്യം കാർട്ടനും കൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിലേക്ക് ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഡിസീസസ്, അതായത് ഇപ്പം വേൾഡ് വൈഡ് വരുന്ന ഓരോ ഡിസീസസ്. ഇനി അത് പോട്ടെ, പൊല്യൂഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പൊല്യൂഷൻ അതിനൊരു നല്ലൊരു എക്സാമ്പിൾ ആണ്. അതായത് ഇപ്പൊ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ വരുന്ന 2 ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. അതായത് എൻവയോൺമെന്റ്, പ്രകൃതിയെ ബാധിക്കുന്നുണ്ട് അല്ലെ പൊല്യൂഷൻ. അപ്പൊ പ്രകൃതി അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ ആരെ ബാധിക്കുന്നുണ്ട്? മനുഷ്യനെയും ബാധിക്കുന്നുണ്ട്. ഇത് ഉണ്ടാവാനുള്ള ഒരു കാരണം ആരായിരിക്കും? മനുഷ്യൻ തന്നെയായിരിക്കും അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ എന്ന് പറയുന്നതിനകത്ത് ആ ഒരു പ്രോബ്ലം എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ഈ 2 ഫാക്ടേഴ്സ്, അതായത് എൻവയോൺമെന്റും വരുന്നുണ്ട്, ഹ്യൂമൻസും വരുന്നുണ്ട്, അഥവാ ഹ്യൂമൻ സൊസൈറ്റിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ എന്ന് പറയുന്ന അല്ലെ അത്തരത്തിൽ ഈ 2 ഫാക്ടറുകളും വരുന്ന ഓരോ പ്രോബ്ലംസിനെ അല്ലെ ഓരോ കാര്യങ്ങളെയും എൻവയോൺമെന്റൽ സോഷ്യോളജിയുടെ കൺസേൺ ആയിട്ട് അഥവാ എൻവയോൺമെന്റൽ സോഷ്യോളജി ആണ് അതിനെ ഡീൽ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയെന്ന് ഞാൻ കരുതുന്നു. ഇനി അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്താണ് എൻവയോൺമെന്റൽ സോഷ്യോളജി,
എൻവയൺമെന്റും പ്രകൃതിയും അതുപോലെ തന്നെ സമൂഹത്തെയും ഇതിനെ രണ്ടിനെയും കൂടി ഇന്റർ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് എന്ത് എൻവയൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ് ഹ്യൂമൻ സൊസൈറ്റിയെയും അതുപോലെ തന്നെ അതിന് ചുറ്റുമുള്ളതായിട്ടുള്ള ഫിസിക്കൽ എൻവയൺമെന്റിനെയും രണ്ടിനെയും കൂടി റിലേറ്റ് ചെയ്തായിരിക്കും ഈ ഒരു ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അതിന് വരുന്ന മറ്റ് എക്സാമ്പിൾസ് ആണ് സോയിൽ ഡീഗ്രഡേഷൻ, ഓസോൺ ഡിപ്ലീഷൻ, സോളിഡ് വേസ്റ്റ് പ്രോബ്ലം, പൊല്യൂഷൻസ് എക്സെട്ര. ഓക്കെ, ഇനി നമ്മൾ നേരെ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. എമർജൻസ് ഓഫ് എൻവയൺമെന്റൽ സോഷ്യോളജി എന്നുള്ളതാണ്. അതായത് ഈ എൻവയൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിന്റെ എമർജൻസ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻവയൺമെന്റൽ സോഷ്യോളജി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന അഥവാ എൻവയൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഡേറ്റ്സ് ആണ്. അതുപോലെ തന്നെ അതായത് കുറച്ച് തീയതികളും കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി ഇതൊരു എക്സാം വ്യൂ പോയിന്റിലാണ് കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട്. കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ഇത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഇതിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ എൻവയൺമെന്റൽ സോഷ്യോളജിയെ കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു എൻവയൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് സാമുവൽ ക്ലോസ്നർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഓൺ മാൻ ഇൻ ഹിസ് എൻവയൺമെന്റ് 1971 ഓൺ മാൻ ഇൻ ഹിസ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ബുക്കിലാണ് സാമുവൽ ക്ലോസ്നർ ആദ്യമായിട്ട് എൻവയൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു ഡേറ്റ് ആണ്. അതായത് എർത്ത് ഡേ അതായത് വേൾഡ് എർത്ത് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 22 ഏപ്രിലാണ്. അതായത് അത് ആദ്യമായിട്ട് തുടങ്ങുന്നത് 1970s വേൾഡ് എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് 22 ഏപ്രിലാണ്. ആ ഒരു തീയതിയിലാണ് വേൾഡ് എർത്ത് ഡേ എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ 1970s എന്ന് പറയുന്ന ഈ ഒരു പീരീഡ് എൻവയൺമെന്റൽ ഡീക്കേഡ് എന്ന് പറയുന്ന ഒരു പേരിലാണ്. അപ്പോൾ ആ ഒരു ടേമിലൂടെയാണ് ആ ഒരു ടേമിലൂടെയാണ് കോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ആ ഒരു ടേമിലൂടെയാണ് ഫേമസ് ആയിട്ടുള്ളത്. 1970s എൻവയൺമെന്റൽ ഡീക്കേഡ് എന്ന് പറയാനുള്ള മെയിൻ കാരണം ആ ഒരു സമയത്താണ് കൂടുതലായിട്ടും ഈ എൻവയൺമെന്റിന്റെ കൂടുതൽ കൺസേൺ അഥവാ എൻവയൺമെന്റൽ പ്രോബ്ലത്തിന് കൂടുതൽ കൺസേൺ കൊടുക്കാനും അല്ലെങ്കിൽ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യാനും അതുപോലെ തന്നെ ആ സമയത്ത് കുറെ എൻവയൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതിലൂടെയൊക്കെയാണ് എൻവയൺമെന്റിന്റെ സേഫ്റ്റി അതുപോലെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ റൂളുകളും കാര്യങ്ങളും ഒക്കെ തന്നെ പ്രോജക്റ്റുകളും ഒക്കെ തന്നെ വന്ന് കൂടുതലായിട്ട് സംഭവിച്ച ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് 1970s ആണ്. അതുകൊണ്ട് തന്നെ ഈ 1970s എൻവയൺമെന്റൽ ഡീക്കേഡ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഈ എൻവയൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിനെ അഥവാ ഈ ഒരു സബ്ജക്ട് ഫീൽഡിനെ അമേരിക്കയിൽ മെയിൻ ആയിട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയ്ലി ഡൺലപ്പും വില്യം കാർട്ടൺ എന്ന് പറയുന്ന വ്യക്തിയുമായിരുന്നു ഈ എൻവയൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് ആദ്യമായിട്ട്. അതിനുശേഷം മറ്റ് കോൺട്രിബ്യൂട്ടേഴ്സും ഇവർ രണ്ടുപേരും കൂടാതെ മറ്റ് കോൺട്രിബ്യൂട്ടേഴ്സും ഈ ഒരു എൻവയൺമെന്റൽ സോഷ്യോളജിയെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ കോൺട്രിബ്യൂഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അല്ലെ അവരെല്ലാരും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോഷ്യോളജി ഓഫ് എൻവയൺമെന്റൽ ഇഷ്യൂവും അതുപോലെ തന്നെ എൻവയൺമെന്റൽ സോഷ്യോളജി ഈ രണ്ട് ടോപ്പിക്കും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനെ അത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവരെല്ലാം ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ റെയ്ലി ഡൺലപ്പും വില്യം കാർട്ടണും തന്നെയായിരുന്നു ഏത് അമേരിക്കയിലെ എൻവയൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്ന ഫീൽഡിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേനും എൻവയൺമെന്റൽ സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഇതാണ് എൻവയൺമെന്റൽ സോഷ്യോളജി. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ എൻവയൺമെന്റും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനെയാണ് നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ എൻവയൺമെന്റ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ അവസ്ഥ ഇന്നത്തെ പോലെ അല്ല, പണ്ടത്തെ പോലെ അല്ല, ഇന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രകൃതി എന്താണ് ആക്ച്വലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ സൊസൈറ്റിയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിലും എന്താണ് സൊസൈറ്റി അന്നത്തെ പോലെയാണ് ഇന്ന് അല്ല, അതിനേക്കാളും പണ്ടുള്ള സൊസൈറ്റി ഇപ്പൊ നമ്മളൊരു 100 കൊല്ലം പഴയ ഒരു വർഷത്തിലേക്ക് അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പോട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കിനും എന്താണ് 100 കൊല്ലം മുമ്പുണ്ടായിരുന്നതായിട്ടുള്ള ഒരു സമൂഹമാണോ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അല്ല, അതിൽ നിന്ന് ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. ഇപ്പം ഗ്ലോബലൈസേഷനും അത്തരത്തിലുള്ള ഓരോ പ്രോസസ്സുകളും വന്നതിലൂടെ നമ്മുടെ വേൾഡ് വൈഡ് മൊത്തം തന്നെ എന്താണ് ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എൻവയൺമെന്റൽ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്
സ്റ്റഡി ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് ദെയർ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി പറയാൻ പറ്റും. സോ ഇതാണ് എമർജൻസ് ഓഫ് എൻവയോൺമെന്റൽ സോഷ്യോളജിക്കകത്ത് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ എന്താണ് എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നുള്ളത് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. സോ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, കോൺസെപ്റ്റലൈസേഷൻ ഓഫ് സൊസൈറ്റി എൻവയോൺമെന്റ് റിലേഷൻഷിപ്പ്. അപ്പൊ അതായത് ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ ആക്ച്വലി ഈ ഒരു യൂണിറ്റിൽ ഫുള്ള് എൻവയോൺമെന്റിനെയും സൊസൈറ്റിയും എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നു അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്തതായിട്ട് സൊസൈറ്റിയെ എൻവയോൺമെന്റൽ റിലേഷൻഷിപ്പിനെയും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം സൊസൈറ്റി എൻവയോൺമെന്റും തമ്മിൽ റിലേറ്റഡ് ആണ്. നമ്മൾ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് സൊസൈറ്റി എൻവയോൺമെന്റും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടം, ആ സമൂഹത്തിന് ചുറ്റുമുള്ളതായിട്ടുള്ള ഒരു ഫിസിക്കൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് തമ്മിൽ റിലേറ്റ് ആയിരിക്കുന്നത്? എങ്ങനെയായിരിക്കും? അതായത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും തന്നെ അറിയാം, നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഹ്യൂമൻസ് തന്നെയാണ് അല്ലെ? അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ആവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് സൊസൈറ്റി ചേഞ്ച് ആവുന്നത്? എങ്ങനെയാ സൊസൈറ്റി ഡെവലപ്പ് ആവുന്നത്? അതിനുള്ള റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ സൊസൈറ്റിക്ക് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഹ്യൂമൻസിന് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഹ്യൂമൻസിന്റെ ഓരോ പ്രോസസ്സുകളിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? സൊസൈറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നത് അല്ലെ? അഥവാ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഹ്യൂമൻസിന്റെ ഓരോ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ആക്ഷനിലൂടെ ഒക്കെ തന്നെയാണ് സൊസൈറ്റിയിൽ എന്ത് ചേഞ്ചും ഡെവലപ്മെന്റും ഒക്കെ വരുന്നത്. ഈ ഓരോ ഡെവലപ്മെന്റിനും ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് അഥവാ അതിന് വേണ്ടതായിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ തന്നെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ചുറ്റുമുള്ള നേച്ചറിൽ നിന്ന് അഥവാ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് തന്നെയാണ്, ഫിസിക്കൽ എൻവയോൺമെന്റിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ ലഭിക്കുന്നത് അല്ലെ? അപ്പൊ ആക്ച്വലി നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ ഈ എൻവയോൺമെന്റും സൊസൈറ്റിയും അഥവാ നമ്മുടെ പ്രകൃതിയും നമ്മുടെ സമൂഹവും എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്റർ റിലേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? അതായത് ഹ്യൂമൻസിന്റെ ആക്ഷനിലൂടെ സമൂഹത്തിൽ ഓരോ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നു അഥവാ ഓരോ ചേഞ്ചസുകൾ ഉണ്ടാകുന്നു. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ ഓരോ ചേഞ്ചസിലും ആരും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അഥവാ ആർക്കും ഇതൊക്കെ ബാധകമാണ്? നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റിനും ഇതൊക്കെ തന്നെ ബാധകമാണ്. അത് ഈവൻ പോസിറ്റീവ്ലി ആവാം നെഗറ്റീവ്ലി ആവാം. നിങ്ങൾക്ക് അറിയാലോ, ഏതൊരു കാര്യം എടുത്താലും അതിന് രണ്ട് ആംഗിൾ ഉണ്ടായിരിക്കും. പോസിറ്റീവ് ആംഗിളും ഉണ്ടാവും, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആംഗിളും ഉണ്ടാവും. ഈവൻ പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ഹ്യൂമൻസിന്റെ ആക്ഷനിലൂടെ ഉണ്ടാവുന്ന ഓരോ ഡെവലപ്മെന്റ്സിനും ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? എൻവയോൺമെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർ റിലേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിട്ട് ഇന്റർ റിലേറ്റഡ് ആയതാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മള് ഈ എൻവയോൺമെന്റും അതുപോലെ തന്നെ സൊസൈറ്റിയും തമ്മിലുള്ള ഇന്റർ റിലേഷൻ അഥവാ എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന അതിന്റെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ കോൺസെപ്റ്റുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇക്കോളജി മോഡൽ എന്ന് പറയുന്നതാണ്. അതായത് ഈ ഹ്യൂമൻ ഇക്കോളജി മോഡൽ എന്ന് പറയുന്നത് ഈ സമൂഹവും അതുപോലെ തന്നെ പ്രകൃതിയും തമ്മിലുള്ള റിലേഷനെ പറ്റി പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ ഇക്കോളജി മോഡൽ. ഇത് മെയിൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് റോബർട്ട് ടി പാർക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത് മെയിൻ ആയിട്ട് ഇത് കൊണ്ടുവരുന്നത്. അപ്പം 1920s റോബർട്ട് ടി പാർക്ക് ഒരു ഹ്യൂമൻ ഇക്കോളജിക്കൽ മോഡൽ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തെ മെയിൻ ആയിട്ട് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നയിച്ചത് ചാൾസ് ഡാർവിന്റെയും അതുപോലെ തന്നെ മറ്റ് നാച്ചുറലിസ്റ്റുകളുടെയും പ്രിൻസിപ്പിളുകളും കാര്യങ്ങളും ഒക്കെ തന്നെ, അതായത് ബയോഫിസിക്കൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ടുള്ള പ്രിൻസിപ്പിളുകളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു നാച്ചുറലിസ്റ്റുകളുടെയും ചാൾസ് ഡാർവിന്റെയും ഒക്കെ തന്നെ പ്രിൻസിപ്പിളുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ റോബർട്ട് ടി പാർക്കിനെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് നയിച്ചത്. പാർക്ക് മെയിൻ ആയിട്ട് അദ്ദേഹത്തിന് ഇതിലൂടെ മനസ്സിലായ, അതായത് സമൂഹത്തെയും അതുപോലെ തന്നെ പ്രകൃതിയെയും കുറിച്ച് ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ മനസ്സിലായ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അദ്ദേഹം മെയിൻ ആയിട്ട് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് പ്ലാന്റ്സ് ആനിമൽസ്, പ്രകൃതിയിലെ നേച്ചറിലെ പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള ഇന്റർ റിലേഷൻസും ഇന്റർ ഡിപ്പെൻഡൻസും, അതുപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിയിൽ കമ്മ്യൂണിറ്റീസും ഇൻഡിവിജ്വൽസും ആയിട്ടുള്ള ഇന്റർ ഡിപ്പെൻഡൻസും ഇന്റർ റിലേഷൻസും, ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് പറയാനാണ് ആക്ച്വലി ആര് ഈ ഒരു കോൺസെപ്റ്റിലൂടെ ശ്രമിക്കുന്നത്? റോബർട്ട് ടി പാർക്ക് ഈ ഒരു കോൺസെപ്റ്റിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, പാർക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് എന്തിനൊക്കെയായിരുന്നു? അതായത് നേച്ചറിലെ പ്ലാന്റ്സ് ആനിമൽസ് തമ്മിലുള്ള ഇന്റർ റിലേഷനും
അഥവാ ഇന്റർ ഡിപ്പെൻഡൻസും, അതുപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഇന്റർ റിലേഷൻ അഥവാ ഇന്റർ ഡിപ്പെൻഡൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പാർക്ക് ഈ ഒരു കോൺസെപ്റ്റിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ ഹ്യൂമൻ ഇക്കോളജിക്കൽ മോഡലിനകത്ത് പാർക്ക് വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടേം മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. വെബ് ഓഫ് ലൈഫ്. വെബ് ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മീൻ ചെയ്യുന്നതെന്നുള്ള ഒരു ഡയറക്റ്റ് അഥവാ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഇപ്പൊ നെറ്റും അങ്ങനത്തെ ഓരോ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മീനിങ്ങുകളും കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കുന്നുണ്ട്. ഇത് ആരുടെ ടേം ആയിരുന്നു വെബ് ഓഫ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. സോ വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടേം റോബർട്ട് പാർക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തത്. ഈ വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ടെർമിനോളജിയും കൊണ്ട് പാർക്ക് മെയിൻ ആയിട്ട് മീൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ആണ്. അതായത് നാച്ചുറൽ സിസ്റ്റത്തിൽ അഥവാ നമ്മുടെ പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തെയാണ് ആക്ച്വലി റോബർട്ട് പാർക്ക് വെബ് ഓഫ് ലൈഫ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഇച്ചിരി കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ പ്രകൃതിയിലുള്ളതായിട്ടുള്ള ഓരോ ഓർഗാനിസവും അതിന്റെ ബയോഫിസിക്കൽ എൻവയോൺമെന്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എനർജിയും ന്യൂട്രിയൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ പഠിച്ചെങ്കിൽ അറിയാം. ഇപ്പം ഫുഡ് ചെയിൻ ഒക്കെ നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ടായിരിക്കും ചെറിയ ക്ലാസ്സുകളിൽ. അതായത് ഇപ്പൊ ഒരു ഹൈസ്കൂള് അഥവാ UP ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഫുഡ് ചെയിനും കാര്യങ്ങളും ഒക്കെ തന്നെ ബയോളജി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് പറയുമ്പോൾ അറിയാം ഏതാണ് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആരാണ്? പ്ലാന്റ്സ് ആണ് അല്ലെ. അതായത് എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. സ്വയമേ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ള ആർക്കാണ്? പ്ലാന്റ്സിനാണ്. ആ പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്ന ഏതാണ് ഇപ്പം പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പുല്ലും കാര്യങ്ങളും. ആ പുല്ല് അഥവാ പ്ലാന്റ്സിനെ കഴിക്കുന്ന ആഹാരമാക്കുന്ന ജീവികളിലാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതിന് പിന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് വരും. ടെറിഷറി അതിനെ ഭക്ഷിക്കുന്നതിനെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. ഇപ്പൊ അതായത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം പുല്ല് തിന്നുന്ന മുയലിനെ പിടിക്കുന്ന കുറുക്കൻ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആവും. ഇനി കുറുക്കനെ പിടിക്കുന്ന കടുവ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ മൃഗങ്ങൾ ഇത് ടെറിഷറി കൺസ്യൂമേഴ്സ് ആവും. ഇങ്ങനെ എന്താണ് പ്രകൃതിയിൽ ഒരു എനർജി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നത്, അഥവാ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രകൃതിയിലുള്ള ഓരോ ഓർഗാനിസംസും അതിന്റെ ബയോഫിസിക്കൽ എൻവയോൺമെന്റും തമ്മിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആയിട്ടാണ്. ഈ ഒരു ലിങ്കേജിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തെയാണ് ആര് റോബർട്ട് പാർക്ക് വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഉപയോഗിച്ച് ഉദ്ദേശിക്കുന്നത്, അതായത് മീൻ ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ തന്നെ അടുത്ത ഇതിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ടേമിന്റെ മറ്റൊരു കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആൻഡ് സ്ട്രഗിൾ ഫോർ സർവൈവൽ. അതായത് ഇപ്പൊ ഓൾറെഡി ആദ്യമേ പറഞ്ഞു ഈ ചാൾസ് ഡാർവിന്റെ പ്രിൻസിപ്പിളുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ റോബർട്ട് പാർക്കിനെ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഈ ചാൾസ് ഡാർവിന്റെ എന്തായിരുന്നു? അതായത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അല്ലെ. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ചാൾസ് ഡാർവിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആയിരുന്നു. അതായത് നമ്മളെ ഒരു നേച്ചറിൽ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റില് ഏതെങ്കിലും ഒരു സ്പീഷീസിലെ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്ത് ചെയ്യും? അത് മാത്രം എന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. അത് എന്തിലൂടെയൊക്കെ ആയിരിക്കും? കോമ്പറ്റീഷനിലൂടെയും അഥവാ അതിന്റെ സർവൈവലിന് വേണ്ടിയുള്ള സ്ട്രഗിളിലൂടെ ഒക്കെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നു? അത് എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റ് ചെയ്യുന്നത് അഥവാ സർവൈവ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു കാര്യത്തെ തന്നെയാണ് ആരിവിടെ മാറ്റി പറഞ്ഞിരിക്കുന്നത്? ഒരു സോഷ്യോളജിക്കൽ അഥവാ ഒരു സോഷ്യൽ ടേമില് ഒരു സോഷ്യൽ ആംഗിളിൽ പറഞ്ഞിരിക്കുന്നത് റോബർട്ട് പാർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വെബ് ഓഫ് ലൈഫിലൂടെ മെയിൻ ആയിട്ട് കോമ്പറ്റീഷൻസ് ആണ് അഥവാ സ്ട്രഗിൾ ഫോർ സർവൈവൽ ആണ്. പ്രകൃതിയും മനുഷ്യനും അഥവാ സമൂഹവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അതിന്റെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ പ്രകൃതി തന്നെയാണെങ്കിൽ തന്നെ പല ജീവജാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സർവൈവലിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇനിയിപ്പം സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ മനുഷ്യര് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. അതായത് ഇപ്പം നമ്മളെ സൊസൈറ്റിയിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ സൊസൈറ്റിയെ തന്നെ പല പല തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഡിവിഷൻ ഓഫ് ലേബറിന്റെ ബേസിസിൽ അറിയായിരിക്കും അല്ലെ. ഇപ്പൊ ജോലിയുടെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ തരംതിരിക്കുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ അഥവാ ഓരോ ലേബേഴ്സിനെ പല പല ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനിയിപ്പോ അതുപോലെ തന്നെ ഇക്കണോമിയുടെ ബേസിസിൽ, ലിവിങ് സ്റ്റാൻഡേർഡിന്റെ ബേസിസിൽ
ഇനി എഡ്യൂക്കേഷന്റെ ബേസിസിൽ, ഇങ്ങനെ പല പല, ഇനിയിപ്പോ കാസ്റ്റിന്റെ ബേസിസിൽ, ഇങ്ങനെയൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഡിവിഷനുകളും കാര്യങ്ങളും തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലെ, ക്ലാസിന്റെ ബേസിസിലും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ ഓരോ ഡിവിഷൻസും എന്ത് ചെയ്യുന്നു, മനുഷ്യർക്ക് ഓരോ സ്ഥാനമാണ് കൊടുക്കുന്നത് സമൂഹത്തിൽ അല്ലെ. ആ ഒരു ഡിവിഷന്, ആ ഒരു സ്റ്റേറ്റിൽ അല്ലെ, ആ ഒരു ലെവലിൽ വരുന്ന ആൾക്കാർക്ക്, അതായത് ഓരോ ഡിവിഷൻ ആക്കുമ്പോഴത്തേക്കും മനുഷ്യന് ഓരോ മനുഷ്യരെയും അല്ലെ ഓരോ ഗ്രൂപ്പുകളെയും ഓരോരോ സ്റ്റേറ്റുകളിലാണ് ഓരോരോ ലെവലുകളിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ലെവൽ ആക്ച്വലി എന്താണ്, ഒരു കോമ്പറ്റീഷൻ ഇടയാക്കും. അതായത് മുന്നോട്ടുള്ള സർവൈവലിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഓരോ ഓർഗാനിസത്തിന്, ഇപ്പൊ മനുഷ്യരുടെ കേസെടുത്ത ഓരോ മനുഷ്യരുടെയും സർവൈവലിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രഗിളിന് വേണ്ടിയിട്ട് ഇതൊക്കെ എന്ത് ചെയ്യും, ഇടയാക്കും. ഇനിയിപ്പോ അതുപോലെ തന്നെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യപ്പെടുമ്പോഴത്തേന് എന്താണ്, അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേന് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, അവിടുത്തെ ഇക്വിലിബ്രിയം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അതായത് നമ്മള് വെബ് ഓഫ് ലൈഫിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ടെന്നാണ്. അപ്പം ആ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തെ നശിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ കോമ്പറ്റീഷനും അതുപോലെ തന്നെ സർവൈവലും, അല്ല സ്ട്രഗിളും എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിയിൽ ഈ ഒരു ഇക്വിലിബ്രിയത്തെ നശിപ്പിക്കുന്ന മറ്റു കുറച്ച് കാര്യങ്ങളൂടെയുണ്ട്. അതിന് എക്സാമ്പിളുകളാണ് ഫമൈന്, ഡിസീസ്, വാറ്, അതുപോലെ തന്നെ അർബൻ ഡെവലപ്മെന്റ്. അതായത് ഇപ്പൊ അർബൻ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയാം, ഇപ്പം നമുക്കിപ്പം ഡാം, അത്തരത്തിലുള്ള ഡെവലപ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ അവരുടെ സ്വന്തം ലാൻഡും കാര്യങ്ങളും ഒക്കെ തന്നെ, അവരുടെ ഹാബിറ്റാറ്റും കാര്യങ്ങളും എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇനി വാറിലേക്ക് വരുമ്പോഴത്തേനും അറിയാം, യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേനും എന്താണ് ഉണ്ടാകുന്നത്, ഒത്തിരി ജീവനുകൾ നഷ്ടപ്പെടുന്നു, ഒത്തിരി ഫാമിലീസ് നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ഇക്കണോമിക് ക്രൈസിസുകൾ ഉണ്ടാവുന്നു, ഫുഡിന്റെ അൺഅവൈലബിലിറ്റി ഒക്കെ ഉണ്ടാവുന്നു. ഇനിയിപ്പൊ ഡിസീസിന്റെ കേസ്, ഇപ്പൊ നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുന്ന കാര്യമാണ് ഇപ്പം നമ്മുടെ കോവിഡ് അല്ലെ. COVID-19 എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ഒരു സിറ്റുവേഷൻസ്, ഓൾമോസ്റ്റ് ലോകത്ത് എല്ലായിടത്തും തന്നെ, ഇപ്പൊ നമ്മുടെ രാജ്യത്തെ കാര്യം തന്നെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ രാജ്യത്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള അടവായിരുന്നു, ആർക്കും എങ്ങും പോകാൻ മേലാത്ത അവസ്ഥ, ജോലിയൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് എന്താണ് ഉണ്ടാകുന്നത്, നമുക്ക് ഇക്കണോമിക്കൽ ആയിട്ടുള്ള ക്രൈസിസ്, ഓരോ പ്രോബ്ലംസ്, ഇപ്പം ഇക്കണോമിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, നമ്മുടെ സോഷ്യൽ ലൈഫ് തന്നെ ഇല്ലാതെ ആ ഒരു സമയത്തുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് എന്താണ് ഒരു സോഷ്യൽ ലൈഫ് അവർക്ക് അതിൽ നിന്ന് അവർ ഡിറ്റാച്ച് ആയി പോവുകയാണ് കൂടുതലായിട്ടും ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം കുട്ടികളുടെ കാര്യങ്ങളാണേലും അറിയാം, ഇപ്പൊ അവർ ആ സമയത്ത് പഠിക്കേണ്ട ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു അല്ലെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അവർ ആ ഒരു ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നു. അവരുടെ റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവർ മിസ് ചെയ്യുന്നു, അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും, ഇങ്ങനെ വരുന്ന ഡിസീസ്, വാറ്, അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്, പൊല്യൂഷൻ, ഇത്തരത്തിലുള്ള ഓരോ കാരണങ്ങളും എന്ത് ചെയ്യുന്നു, ആക്ച്വലി ഒരു ഹ്യൂമൻ സൊസൈറ്റിയുടെ ഇക്വിലിബ്രിയത്തെ തന്നെ നശിപ്പിക്കാൻ കാരണമാകുന്ന അഥവാ റീസൺ ആവുന്നതായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ആര് പറയുന്നത്, റോബർട്ട് ടി പാർക്ക് പറയുന്നത്. ഇനി അതുപോലെ തന്നെ റോബർട്ട് ടി പാർക്ക് ഈ ഇത്തരത്തിലുള്ള ഈ ഡിസിക്വിലിബ്രിയത്തെ മറ്റൊരു രീതി കാണുന്നുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള റോബർട്ട് ടി പാർക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത്തരത്തിലുള്ള ഡിസിക്വിലിബ്രിയങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കുള്ളൂ, സമൂഹത്തിൽ അഥവാ സൊസൈറ്റി ചേഞ്ച് ആവുള്ളൂ, അഥവാ സൊസൈറ്റി പുതിയൊരു ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, പുതിയൊരു ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് ഉണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസിക്വിലിബ്രിയങ്ങൾ ആവശ്യമായിരുന്നു. ഇത്തരത്തിലുള്ള ഡിസിക്വിലിബ്രിയങ്ങൾ സമൂഹത്തിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ, അതായത് ഈ കോമ്പറ്റീഷൻസും ഇത്തരത്തിലുള്ള സ്ട്രഗിളിലൂടെയൊക്കെ വരുന്ന ഡിസിക്വിലിബ്രിയംസ് സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുള്ളൂ, നേച്ചറിൽ തന്നെ അഥവാ ഈ സൊസൈറ്റിയിൽ തന്നെ പുതിയ പുതിയ അഡാപ്റ്റേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ലെ അത് അഡാപ്റ്റേഷൻസ് വരുള്ളൂ. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള പുതിയ പുതിയ അഡാപ്റ്റേഷൻസ് എന്തിന് കാരണമാവും, ചേഞ്ചിനും അതുപോലെ തന്നെ ഒരു ന്യൂ ഇക്വിലിബ്രിയത്തിനും കാരണമാവും എന്നാണ് ആര് പറയുന്നത്, റോബർട്ട് ടി പാർക്ക് പറയുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ തന്നെ റോബർട്ട് ടി പാർക്ക് ഹ്യൂമൻ ഇക്കോളജി മോഡൽ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിലൂടെ പിന്നെ പറയുന്ന കാര്യമാണ്,
അതായത് അദ്ദേഹം ഇതിലൂടെ മെയിൻ ആയിട്ട് ഹ്യൂമൻ ഇക്കോളജിയും അതുപോലെ തന്നെ ബയോഫിസിക്കൽ ഇക്കോളജിയും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതായത് ഹ്യൂമൻ ഇക്കോളജിയും ബയോ ഫിസിക്കൽ ഇക്കോളജിയും തമ്മിൽ, അഥവാ ഹ്യൂമൻ സൊസൈറ്റിയും നമ്മുടെ നേച്ചറും എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഇതും തമ്മിൽ, നാച്ചുറൽ എൻവയോൺമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റോബർട്ട് ടി പാർക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ഇതിനും, അതായത് ഹ്യൂമൻ സൊസൈറ്റിക്കും നാച്ചുറൽ എൻവയോൺമെന്റിനും മെയിൻ ആയിട്ട് രണ്ട് സെറ്റ് ഓഫ് ലെവലുകളാണ് ഉള്ളത്. അതായത് ഹ്യൂമൻ സൊസൈറ്റിയുടെ രണ്ട് സെറ്റ് ഓഫ് ലെവലുകൾ എന്ന് പറയുന്നത് ബയോട്ടിക്കും കൾച്ചറലുമാണ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള അഥവാ ഓർഗാനിസംസും, അതുപോലെ തന്നെ കൾച്ചറലും. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൾച്ചർ അത്തരത്തിലുള്ള ഇപ്പൊ ഹ്യൂമൻസിന്റെ ഇടയിലുള്ള ആയിട്ടുള്ള ഒരു കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരു കാര്യം, അതൊക്കെയാണെന്നാണ് ഹ്യൂമൻ സൊസൈറ്റിയിലുള്ള രണ്ട് ലെവലുകൾ എന്ന് പറയുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റിലേക്ക് ചെല്ലുമ്പോഴത്തേനും അവിടെയുള്ള രണ്ട് സെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റ് ഓഫ് ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിക്കും അബയോട്ടിക്കും ആണ്. അത് നിങ്ങൾക്കറിയാം. ബയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? ജീവനുള്ളവയും. അബയോട്ടിക് എന്ന് വെച്ചാൽ ജീവൻ ഇല്ലാത്തവയും. അങ്ങനെയുള്ള രണ്ട് ലെവലുകളാണ് നാച്ചുറൽ എൻവയോൺമെന്റ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് കാര്യങ്ങളിലാണ് എന്ത് ഹ്യൂമൻ ഇക്കോളജിയും ബയോഫിസിക്കൽ എക്കോളജിയും എന്ത് ചെയ്യുന്നിരിക്കുന്നത്, ഡിഫറൻസ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവയിലാണെന്നാണ് ആര് പറയുന്നത്? റോബർട്ട് ടി പാർക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ റോബർട്ട് ടി പാർക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്, കൾച്ചർ എന്ന് പറയുന്നതിന് ഇതിനകത്ത് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് കൾച്ചർ എന്ന് പറയുന്നത് ഹ്യൂമൻസിന്റെ സൊസൈറ്റി കാണുന്നതായിട്ടുള്ള ഒന്നാണ്. ഈ ഹ്യൂമൻസിന്റെ സൊസൈറ്റി കാണുന്നതായിട്ടുള്ള ഈ ഒരു കൾച്ചർ ജസ്റ്റ് ഈ ഒരു സൊസൈറ്റിയെ ഫിസിക്കൽ എൻവയോൺമെന്റിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെയും പ്രകൃതിയെയും അതിനെ രണ്ടിനെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ഒരു കാരണം മാത്രമല്ല ഈ എന്ത് കൾച്ചർ എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറമായിട്ട് എന്താണ്, മനുഷ്യനെ സമൂഹത്തിന് മേൽ മനുഷ്യനെ ഈ നേച്ചറിന് മേൽ ഒരു മാസ്റ്ററി അഥവാ അതിന് മേൽ ഒരു ഡോമിനൻസ് നൽകുന്ന ഒരു ഒരു കാരണമായിട്ടാണ്, ഒരു കാര്യമായിട്ടാണ്, ഒരു റോൾ ഉണ്ട് കൾച്ചർ എന്നാണ് പറയുന്നത്. അതായത് ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. കൾച്ചർ, അതായത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേനും കൾച്ചറും ഇപ്പൊ നമ്മൾ മേളിൽ പറഞ്ഞു, അതായത് ഹ്യൂമൻ സൊസൈറ്റിക്ക് ബയോട്ടിക്കും കൾച്ചറൽ എന്ന് പറയുന്ന രണ്ട് ലെവലുകളും, നാച്ചുറൽ എൻവയോൺമെന്റിന് ബയോട്ടിക് അബയോട്ടിക് എന്ന് പറയുന്ന രണ്ട് ലെവലുകളുമാണ് ഉള്ളത്. അപ്പം ഇതിനകത്ത് റോബർട്ട് ടി പാർക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് എന്താണ്, ബയോട്ടിക് എന്ന് പറയുന്നത് രണ്ട് ലെവലിലും കോമൺ ആണ്. പിന്നെ അതിനകത്ത് വ്യത്യസ്തമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കൾച്ചറലാണ്. അപ്പൊ ഈ ഒരു കൾച്ചറൽ എന്ന് പറയുന്ന ഈ ഒരു ലെവല് ജസ്റ്റ് ഈ ഒരു സൊസൈറ്റിയെയും എൻവയോൺമെന്റിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പകരം സൊസൈറ്റിക്ക് മേലും നേച്ചറിന് മേലും ഹ്യൂമൻസിന് ഒരു മാസ്റ്ററി അഥവാ ഒരു ഡോമിനൻസും കൂടി നൽകുന്നതായിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത്, ഈ കൾച്ചർ എന്നാണ് ആര് പറയുന്നത്? റോബർട്ട് ടി പാർക്ക് പറയുന്നത്. അതായത് ഈ മനുഷ്യനിർമ്മിതമാണല്ലോ ഈ കൾച്ചർ എന്ന് പറയുന്നത്. ഈ മനുഷ്യന്റെ കൾച്ചറിലൂടെയാണ് എന്ത്, പ്രകൃതിയിലുള്ളതായിട്ടുള്ള ഓരോ കാര്യങ്ങളെയും അഥവാ പ്രകൃതി വരുന്ന ഓരോ ചേഞ്ചിനെയും മനുഷ്യൻ കൺട്രോൾ ചെയ്യുന്നത്. അഥവാ മനുഷ്യന്റെ കൾച്ചർ എന്ന് പറയുന്നതിന് പ്രകൃതിക്ക് മേൽ ഒരു ഡോമിനൻസ് ഉണ്ടെന്നാണ് സിമ്പിൾ ആയിട്ട് റോബർട്ട് ടി പാർക്ക് ഇതിലൂടെ പറയുന്നത്. സോ ഇതാണ് ഹ്യൂമൻ ഇക്കോളജി മോഡലിലൂടെ ആര്, റോബർട്ട് ടി പാർക്ക് പറയുന്നത്. സോ ഇതാണ് ആദ്യത്തെ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ഇക്കോളജി മോഡൽ. റോബർട്ട് ടി പാർക്കിന്റെ ആണ്, 1920s കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് റോബർട്ട് ടി പാർക്ക് പറയാൻ ശ്രമിച്ചിരിക്കുന്നത് എന്താണ്, കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്കിനും എൻവയോൺമെന്റും അതുപോലെ തന്നെ സൊസൈറ്റിയും തമ്മിലുള്ള ഇന്റർ റിലേഷനെ പറ്റിയിട്ട് മനസ്സിലാക്കുക, അഥവാ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ ഒരു കോൺസെപ്റ്റുകളെല്ലാം തന്നെ പറയുന്നത്. അതിനുപരി ഈ ഒരു കോൺസെപ്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലാന്റ്സും ആനിമൽസും തമ്മിലുള്ള ഇന്റർ റിലേഷനും, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും കമ്മ്യൂണിറ്റിയും, ഹ്യൂമൻ സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഇന്റർ റിലേഷനെ, അതിനെ പറ്റി പറയാനാണ് ശ്രമിക്കുന്നത്. വെബ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടേം ഇതിനകത്ത് മെയിൻ ആയിട്ട് റോബർട്ട് ടി പാർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ആ വെബ് ഓഫ് ലൈഫ് മീൻ ചെയ്യുന്ന കോമ്പറ്റീഷൻ അഥവാ സ്ട്രഗിളിനെയാണ്. അതുപോലെ തന്നെ എന്താണ് വെബ് ഓഫ് ലൈഫിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തെയാണ്. നാച്ചുറൽ എൻവയോൺമെന്റിലുള്ള ഒരു നാച്ചുറൽ സിസ്റ്റത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തെയാണ് വെബ് ഓഫ് ലൈഫ് മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഇക്വിലിബ്രിയം അഥവാ ഡിസിക്വിലിബ്രിയം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത്, സൊസൈറ്റി ഡെവലപ്പ് ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് ആര് പറയുന്നത്, റോബർട്ട് ടി പാർക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ സൊസൈറ്റിയും
നാച്ചുറൽ എൻവയൺമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറയുന്നുണ്ട്. കൾച്ചറിന് നേച്ചറിന് മേലുള്ള ഒരു ഡോമിനൻസിനെ കുറിച്ചും ആര് പറയുന്നുണ്ട്? റോബർട്ട് ടി പാർക്ക് ഈ ഒരു കോൺസെപ്റ്റിലൂടെ പറയുന്നുണ്ട്. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. നമ്മൾ നേരെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാണ്. അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രിക് സോൺ തിയറി എന്നുള്ളതാണ്. ഈ കോൺസെൻട്രിക് സോൺ തിയറിക്കകത്തും റോബർട്ട് ഇ പാർക്ക്, ഏണസ്റ്റ് ബർഗസ്, അതുപോലെ തന്നെ മക്കൻസി എന്ന് പറയുന്ന ഈ മൂന്ന് ആൾക്കാരെ ചേർന്ന് കൊണ്ടുവന്നതായിട്ടുള്ള അല്ലെങ്കിൽ ചേർത്ത് രൂപീകരിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്? കോൺസെൻട്രിക് സോൺ തിയറി എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ചിക്കാഗോ സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് ഇതിനെ കൊണ്ടുവരുന്നത്. അവര് എൻവയോൺമെന്റിനെ ബേസ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു ഐഡിയ ആണ് കോൺസെൻട്രിക് സോൺ തിയറി എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് ഈ ഒരു പ്രിൻസിപ്പിൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ ഇക്വാളജി ടു അർബൻ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഇൻ സിറ്റി ആണ്. അതായത് അർബൻ ആയിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് സിറ്റികളിൽ അർബൻ സിറ്റികളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പേഷ്യൽ അറേഞ്ച്മെന്റും ഹ്യൂമൻ ഇക്വാളജിയും, ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഈ കോൺസെൻട്രിക് സോൺ തിയറി. ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ പടത്തിൽ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, ഓരോ സോണുകളായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ സെൻട്രൽ കാണുന്ന ഈ സോണാണ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് അഥവാ സെൻട്രൽ സോൺ എന്ന് പറയുന്നത്, CBD എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് എന്ത് നടക്കുന്നത്? ബിസിനസ്സും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. ഇനിയും രണ്ടാമത്തെ അഥവാ അതാണ് ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള ഏത് ഒരു ഏരിയ, ഒരു ഒരു പോളെന്ന് വേണമെങ്കിൽ പറയാം. ഈ സെൻട്രലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? കൺജസ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് അവിടെ എങ്ങനെയായിരിക്കും? സെൻട്രൽ ഇപ്പൊ നമ്മുടെ ഒരു സിറ്റി എന്ന് പറയുന്നത് അഥവാ സിറ്റി സെന്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ ഈ ഒരു ഓരോ ഏരിയകളിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലെ? അവിടെ പൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ തന്നെ കൂടുതലായിരിക്കും. ഇനിയിപ്പം അടുത്ത രണ്ടാമത്തെ റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിനും അവിടെ എന്താണ്? ഫാക്ടറീസും ഇൻഡസ്ട്രീസും ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി മൂന്നിലേക്ക് വരുമ്പോഴത്തേനും കണ്ടോ, വർക്കിംഗ് ക്ലാസ് ഹൗസിംഗ് ആണ്. അതായത് ഈ ഫാക്ടറീസ് രണ്ടാമത്തെ സോണില് ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെയാണ്. അതായത് കൂടുതലും പൊല്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊല്യൂഷന് ബാധകമാകുന്നതായിട്ടുള്ള ആക്ഷൻസ് സംഭവിക്കുന്ന അതായത് പ്രോസസ്സുകൾ നടക്കുന്നതായിട്ടുള്ള സോണാണ് രണ്ടാമത്തെ സോൺ. മൂന്നാമത്തെ സോണുകളിൽ എന്തായിരിക്കും? വർക്കിംഗ് ക്ലാസിന്റെ ഹൗസുകളായിരിക്കും. അതായത് ഇത്തരത്തിലുള്ള ഫാക്ടറികളിലും ഇൻഡസ്ട്രികളിലും ജോലി ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്സിൽ വരുന്നതായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നതായിട്ടുള്ള സോൺ ആയിരിക്കും ഏത്? ഈ മൂന്നാമത്തെ സോൺ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സോൺ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ഹൗസിംഗ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മള് മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലെ, ഒരു ഒരു മീഡിയം ലെവലിലൊക്കെ തന്നെ ഇക്കണോമിയും കാര്യങ്ങളും ഒക്കെ തന്നെ പോകുന്ന, അതുപോലെ ജോലിയും കാര്യങ്ങളും എല്ലാം ഒരു മീഡിയം ക്ലാസ്സിൽ പോകുന്ന, ഒരു മിഡിൽ ക്ലാസ്സിൽ പോകുന്നതായിട്ടുള്ള, അതായത് ഒരു ഇച്ചിരി കൂടി ഇപ്പൊ വർക്കിംഗ് ക്ലാസ്സിനേക്കാളും ജസ്റ്റ് എബോവ് ആയിട്ട് നിൽക്കുന്ന, അതായത് വർക്കിംഗ് ക്ലാസ്സിനും റിച്ച് ആയിട്ടുള്ളതിന് ഇടയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു ക്ലാസ് ആണ് മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. ആ ഇതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ക്ലാസ്സുകളുടെ ഹൗസുകളാണ് ഏത്? ഈ നാലാമത്തെ സോണിൽ വരുന്നത്. അവസാനം അഞ്ചാമത്തെ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഇതിൽ കമ്മ്യൂട്ടർ സോൺ എന്നാണ് പറയുന്നത്. കമ്മ്യൂട്ടർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവിടേക്ക് വരുമ്പോഴായിരിക്കും കൂടുതൽ ഈ ബംഗ്ലാവുകളും കാര്യങ്ങളും അഥവാ റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ഓക്കെ, അതായത് അവരെങ്ങനെയായിരിക്കും ഇതിനകത്ത്? ഈ നടുക്കായിരിക്കും ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ളത്. അതിനു ചുറ്റും ആണ് ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ഏറ്റവും സെൻട്രൽ ആയിട്ടുള്ള സോണിലാണ്, അതായത് ഫസ്റ്റ് സോണിലാണ്. സെക്കൻഡ് സോണിലാണ് എന്ത് സംഭവിക്കുന്നത്? ഇൻഡസ്ട്രി പൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ പൊല്യൂഷനോടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? വർക്കിംഗ് ക്ലാസ്സുകളുടെ, അതായത് തേർഡ് സോണിൽ അത്തരത്തിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അതായത് തീരെ പൂറായിട്ട് അവിടുത്തെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് താമസിക്കുന്നവരായിരിക്കും അവിടെ കാണുന്നത്. ഇനി നാലാമത്തെ സോണിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? മിഡിൽ ക്ലാസ്സുകളാണ് ഹൗസിങ് ചെയ്യുന്നത്, ഒരു സാധാരണഗതിയിലുള്ള ആൾക്കാർ. ഇനിയിപ്പോ ഏറ്റവും ലാസ്റ്റ് സോണിലേക്ക് വരുമ്പോഴത്തേക്കും അത് കമ്മ്യൂട്ടർ സോൺ ആണ്. അതായത് കമ്മ്യൂട്ടർ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പൊല്യൂഷനിൽ നിന്നും ഇത്തരത്തിലുള്ള തിരക്കുകളിൽ നിന്നൊക്കെ തന്നെ ഏറ്റവും അകന്ന് നിൽക്കുന്നവർ അല്ലെ, അത്രത്തോളം അകലെയാണ്. ഇത് സെൻട്രലാണ് നടക്കുന്നതെങ്കിൽ ഇത്രയും സോണുകളൊക്കെ ഒരു 4 സോൺ അപ്പുറയാണ് ഇവര് നിൽക്കുന്നത്, ഈ ഒരു കമ്മ്യൂട്ടർ സോൺ. അവിടെയാണ് ഇത്തരത്തിലുള്ള റിച്ച് ആൾക്കാരുടെ എന്ത് ബംഗ്ലാവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതാണ് ഈ കോൺസെൻട്രിക് സോൺ തിയറിയുടെ ഈ ഓരോ സോൺസ് കൊണ്ട് റിലേറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഇനി കോൺസെൻട്രിക് സോൺ തിയറി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പടത്തിൽ നോക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് ആക്ച്വലി എന്താണ് ഈ കോൺസെൻട്രിക് സോണിനകത്ത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ലാൻഡിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതായത് ലാൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി മുമ്പത്തെ കോൺസെപ്റ്റിൽ പറഞ്ഞു എന്താണ് തമ്മിൽ സ്ട്രഗിളുകളും
അതുപോലെ തന്നെ കോമ്പറ്റീഷൻസും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ, സർവൈവലിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ഈ കോൺസെൻട്രിക് സോണിനകത്ത് മെയിൻ ആയിട്ട് ലാൻഡിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളുകളാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രഗിളുകളാണ് നടക്കുന്നത്. അതിനെയാണ് ഈ ഒരു കോൺസെൻട്രിക് സോൺ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇപ്പം ഓരോ തരത്തിലുള്ള ആൾക്കാർ, ഓരോ ഡിവിഷൻ ഓഫ് ആൾക്കാരുണ്ട് അല്ലേ, അതായത് ഓരോ ക്ലാസിന്റെ ബേസിസിൽ ഓരോ ഡിവിഷനായിട്ട് മനുഷ്യരെ തിരിച്ചിട്ടുണ്ട്. ആ ഓരോ ഡിവിഷനിൽ പെടുന്ന ആൾക്കാരും വരുന്നത്, അതായത് എങ്ങനെയെല്ലാമാണ് ഒരു സിറ്റി ഇപ്പൊ നോക്കുമ്പോൾ, ഒരു സിറ്റിയിലെ ഒരു അർബൻ സിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അർബൻ സിറ്റിയിലെ ലാൻഡ് എങ്ങനെയെല്ലാമാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, അഥവാ എങ്ങനെയെല്ലാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആരൊക്കെയാണ് ഓരോ സോണുകളിലും വരുന്നത്, അതിനകത്ത് ഓരോ ക്ലാസിന്റെ ബേസിസിലുള്ള ഡിവിഷനുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതാണ് ഈ കോൺസെൻട്രിക് സോൺ തിയറിയിലൂടെ ആക്ച്വലി റോബർട്ട് ടി പാർക്കും ഏണസ്റ്റ് ബർഗസും മക്കൻസിയും ഒക്കെ തന്നെ എന്ത് ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഇതിനകത്ത് കണ്ടില്ലോ, ഓരോ സോണില് ഓരോ ആൾക്കാരാണ്. സെൻട്രൽ ബിസിനസ് സെന്റർ CBDക്കകത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ പ്രോസസ്സുകൾ, ഇപ്പം വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം, ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ. ഫാക്ടറി ഇൻഡസ്ട്രി എന്ന് പറയുന്ന സെക്കൻഡ് സോൺ, പൊല്യൂട്ടഡ് ആണ്. തേർഡ് സോണിലേക്ക് വരുമ്പോൾ വർക്കിംഗ് ക്ലാസ് ആളുകളാണ് അവിടെ കൂടുതലായിട്ടും വരുന്നത്, അതായത് പുവർ ആയിട്ടുള്ള ആൾക്കാർ, അവർ ആ ജോലിയെ ബേസ് ചെയ്ത് മാത്രം ജീവിക്കുന്നവരായിരിക്കും. ഇനി ഫോർത്ത് സോണിലേക്ക് വരുമ്പോൾ മിഡിൽ ക്ലാസ്സുകളാണ്. കമ്മ്യൂട്ടർ സോണിലേക്ക് വരുമ്പോഴത്തേന് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, ഈ പൊല്യൂഷനിൽ നിന്നൊക്കെ മാറി ഇച്ചിരി കൂടി ശാന്തമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ജീവിക്കുക, ഇച്ചിരി കൂടി പോഷ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ എവിടെയായിരിക്കും? ഈ കമ്മ്യൂട്ടർ സോൺ, ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഈ ഒരു സോണിലായിരിക്കും നിൽക്കുന്നത്. അവരെ ആരുമായിട്ട്, അതിന്റെയും പുറമെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എൻവയോൺമെന്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ അവര് എൻവയോൺമെന്റിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടായിരിക്കും, ഏറ്റവും പൊല്യൂട്ടഡ് ഒക്കെ ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും ആര് താമസിക്കുന്നത്? റിച്ച് ആയിട്ട്, അഥവാ ഒരു ഹയർ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ താമസിക്കുന്നത്. ഇതാണ് കോൺസെൻട്രിക് സോൺ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ നേരെ അടുത്ത കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവാണ്, സൊസൈറ്റി എൻവയോൺമെന്റ് ഇന്ററാക്ഷൻസ്. അതായത് വില്യം കോട്ടന്റെയും റെയ്ലി ഡൺലപ്പിന്റെയും ഒരു മോഡലാണ് സൊസൈറ്റി എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന നെക്സ്റ്റ് കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് മെയിൻ ആയിട്ട് ഇതിലൂടെ വില്യം കോട്ടനും അതുപോലെ തന്നെ റീലി ഡൺലപ്പും എക്സ്പ്ലെയിൻ ചെയ്ത് ശ്രമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊസൈറ്റി എൻവയോൺമെന്റ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ആ ഒരു ഇന്ററാക്ഷനിലൂടെ എൻവയോൺമെന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ടുള്ള ഒരു കോമ്പീറ്റിംഗ് ഫങ്ഷൻസ് ആണ്. അതായത് എൻവയോൺമെന്റ് ആക്ച്വലി എന്താണ്? നമ്മളുടെ ഹ്യൂമൻ സൊസൈറ്റിയെ സെർവ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഹ്യൂമൻ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസും കാര്യങ്ങളും എല്ലാം തന്നെ, അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഹ്യൂമൻ സൊസൈറ്റിയും എൻവയോൺമെന്റ് എന്നും പറയുന്നത് ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതായത് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? ഹ്യൂമൻസിന്റെ ഓരോ ആക്ഷന് എൻവയോൺമെന്റിന് ബാധകമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻസ് സൊസൈറ്റിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടായിട്ടുള്ള ഓരോ റിസോഴ്സസും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എൻവയോൺമെന്റിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എൻവയോൺമെന്റും ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്റർ റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിലൂടെ കോട്ടനും കോട്ടനും അതുപോലെ തന്നെ റീലി ഡൺലപ്പും പറയാൻ ശ്രമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തില് എൻവയോൺമെന്റ് ഹ്യൂമൻ സൊസൈറ്റിയെ സെർവ് ചെയ്യുന്നതിലൂടെ എൻവയോൺമെന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന 3 കോമ്പീറ്റിംഗ് ഫങ്ഷൻസ് ആണ്. എൻവയോൺമെന്റില് ഹ്യൂമൻ സൊസൈറ്റിയിലുള്ളവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന 3 കോമ്പീറ്റിംഗ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റിലൂടെ മെയിൻ ആയിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത് വരുന്നതാണ് എന്താണ്? ദ എൻവയോൺമെന്റ് പ്രൊവൈഡ്സ് ദ സബ്സിസ്റ്റൻസ് ബേസ് ഓർ ആക്ട് ആസ് സപ്ലൈ ഡിപ്പോട്ട് ഫോർ ഹ്യൂമൻസ്. അതായത് ഹ്യൂമൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലൈ ഡിപ്പോട്ട് ആയിട്ടാണ് എൻവയോൺമെന്റ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം അറിയാം, നമ്മൾ മനുഷ്യരായാലും ഏതൊരു ഓർഗാനിസം ആയാലും അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം അല്ലേ. അതായത് എയർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ വാട്ടർ വേണം, ഫുഡ് വേണം അല്ലെ, എനർജി വേണം, അതുപോലെ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും വേണം. ഇവയെല്ലാം തന്നെ മെയിൻ ആയിട്ട് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഇപ്പം വെള്ളമാണേലും ഫുഡ് ആണേലും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എയർ ആണേലും, ഓക്സിജൻ, എയർ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, സൺലൈറ്റ്, ഇവയൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എൻവയോൺമെന്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഓരോ കാരണത്തിനും, ഈ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം? എൻവയോൺമെന്റിനെ എന്ത് ചെയ്തിരിക്കണം? എൻവയോൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഹ്യൂമൻ സൊസൈറ്റിക്ക് നിലനിൽക്കാൻ പറ്റൂ, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇനിയിപ്പോ എൻവയോൺമെന്റിൽ നിന്ന് തന്നെ മറ്റ് റിന്യൂവബിൾ ആയിട്ടുള്ള, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സുകളും നാച്ചുറൽ റിസോഴ്സുകളും ഹ്യൂമൻസിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോറസ്ട്രി, വുഡ്, അതുപോലെ തന്നെ എന്തെങ്കിലും കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കും ഒക്കെ തന്നെയാണേലും വുഡ്,
പിന്നെ അതുപോലെ തന്നെ എന്താ ഇപ്പൊ വെള്ളം കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഹ്യൂമൻസിന് വേണ്ടിയതായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ റിന്യൂവബിൾ ആയിട്ടുള്ളതാണ്. ഇനി നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മല, ഇപ്പം പാറയും മണ്ണും ഇവയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്, നമുക്ക് ഹ്യൂമൻസിന് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും പാറയും അതുപോലെ തന്നെ സാൻഡ്, ഇപ്പം മണ്ണ് കാര്യങ്ങൾ, മണല് ഇവയൊക്കെ തന്നെ നമുക്ക് എന്തായിട്ട് വേണ്ടിയതായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ ആക്ച്വലി എന്താണ്, നോൺ റിന്യൂവബിൾ ആണ്. അതായത് ഇത് വീണ്ടും ഉണ്ടായി വരുന്നുണ്ടോ, ഇല്ല. നമ്മൾ ആക്ച്വലി പ്രകൃതിയെ നശിപ്പിച്ച് പ്രകൃതിയിൽ നിന്ന് ഇതെടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് പ്രകൃതിയും മനുഷ്യനും അഥവാ എൻവയോൺമെന്റ് ഹ്യൂമൻ സൊസൈറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ഇത്തരത്തിലുള്ള നീഡുകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ഷനിലൂടെ. അപ്പൊ ഈ വക ആക്ഷനിലൂടെ ചെയ്യുമ്പോഴത്തേന് എങ്ങനെയാണ് ഒരു ആദ്യമായിട്ട് ഒരു കോമ്പീറ്റ് ചെയ്യുന്നതായിട്ട് വരുന്നത്, ഇത് ഈ ഇത്തരത്തിലുള്ള റിസോഴ്സസ്, എൻവയോൺമെന്റിലുള്ള ഈ റിസോഴ്സസിനെ ഹ്യൂമൻസ് ഫാസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള നേച്ചറിലുള്ള റിസോഴ്സസിന്റെ ഷോർട്ടേജ് അഥവാ സ്കാർസിറ്റി ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആക്ച്വലി എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ജനറേഷനെ ബാധിക്കാത്ത രീതിയിൽ, അതായത് റിസോഴ്സിന്റെ ബേസിസിൽ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പം അതുപോലെ നോക്കുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ആദ്യമായിട്ട് എൻവയോൺമെന്റിൽ നിന്ന് കോമ്പീറ്റിംഗ് ഫംഗ്ഷൻ ആയിട്ട് ഹ്യൂമൻ സൊസൈറ്റി നേരിടേണ്ടി വരുന്ന ഒരു കോമ്പീറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ് ആണ്. അതായത് ഓവർ ആയിട്ടുള്ള യൂസേജ്, നാച്ചുറൽ റിസോഴ്സസിന്റെ ഓവർ ആയിട്ടുള്ള യൂസേജും അതുപോലെ തന്നെ ഫാസ്റ്റർ ആയിട്ടുള്ള യൂസേജും ആക്ച്വലി എന്തിന് ബാധകമായി തീരുന്നുണ്ട്, എൻവയോൺമെന്റൽ റിസോഴ്സസിന്റെ ഷോർട്ടേജിനോ അല്ലെങ്കിൽ സ്കാർസിറ്റിക്കോ ബാധകമായി തീരുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പീറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇനി രണ്ടാമത്തെ കോമ്പീറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം, നമ്മൾ എൻവയോൺമെന്റിന്റെ ഹെൽപ്പോടുകൂടിയാണ് അല്ലെങ്കിൽ എൻവയോൺമെന്റിലാണ് നമ്മൾ ഓരോരുത്തർ എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത് അല്ലെ. നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എവിടുന്നാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അല്ലെ എവിടുന്നാണ് ആ ഒരു സ്പേസ് നമ്മൾ എടുക്കുന്നത്, എൻവയോൺമെന്റിൽ നിന്ന് തന്നെയാണ് ആ സ്പേസ് എടുക്കുന്നത്. അതായത് നമ്മളുടെ ഡെയിലി ലൈഫിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്ന എവിടുന്നാണ്, നമ്മളുടെ എൻവയോൺമെന്റിൽ നിന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എയർ ആയാലും വാട്ടർ ആയാലും കാര്യങ്ങളെല്ലാം തന്നെ, അഥവാ നമുക്ക് ജീവിക്കാനുള്ള സ്ഥലം ആണെങ്കിൽ കൂടി തന്നെ നമ്മൾ അതെല്ലാം നമുക്ക് ലഭിക്കുന്നത് എൻവയോൺമെന്റിൽ നിന്ന് തന്നെയാണ്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഇതില് ഇന്നത്തെ നമ്മുടെ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ, നമ്മുടെ പ്രസന്റ് ഇപ്പൊ ഇന്ത്യയുടെ ഒരു സിറ്റുവേഷൻ തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു, നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എന്ത് ചെയ്യുന്നു, ഓവർ ക്രൗഡിങ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ആക്ച്വലി ഒരു ഓവർ ക്രൗഡിങ് ഒരു പ്രോബ്ലം ആയിട്ട് വരുവാണ്. അപ്പം ഈ ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത് സെക്കൻഡ് കോമ്പീറ്റിംഗ് ഫംഗ്ഷൻ ആണ്. എൻവയോൺമെന്റിൽ ഹ്യൂമൻ സൊസൈറ്റി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സെക്കൻഡ് കോമ്പീറ്റിംഗ് ഫംഗ്ഷൻ ആണ് എന്ത്, ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത്. അതായത് ഈ ഓവർ ക്രൗഡിങ് അഥവാ കഞ്ചഷൻ എന്ന് പറയുന്നത്, അല്ലെ ആൾക്കാരുടെ ഓവർ പോപ്പുലേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓവർ പോപ്പുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള റിസോഴ്സസ് നമുക്ക് എൻവയോൺമെന്റിൽ നിന്ന് കിട്ടാതെ വരും. അതായത് മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അതായത് റിസോഴ്സസിന്റെ ഷോർട്ടേജ് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് എല്ലാവരിലേക്കും അതിന്റെ റിസോഴ്സസിന്റെ സപ്ലൈ എത്താതെ വരും. അപ്പം സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർ പോപ്പുലേഷൻ അഥവാ ഓവർ ക്രൗഡിങ് എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഓവർ ക്രൗഡിങ് എന്ന് പറയുന്നത് കൂടി വരുന്നുണ്ട്. അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ എസെൻഷ്യൽ കോമ്പീറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അഥവാ എൻവയോൺമെന്റൽ കോമ്പീറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സാധനത്തിൽ നിന്നും വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിയിലേക്ക് തന്നെയാണ് വിടുന്നത്, അഥവാ എൻവയോൺമെന്റിലേക്ക് തന്നെയാണ് വിടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു എൻവയോൺമെന്റിൽ ഇപ്പൊ നമുക്കറിയാം, വേസ്റ്റ്, ഇപ്പൊ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ എൻവയോൺമെന്റിനെ എത്രത്തോളം ബാധിക്കും, അത് എത്രത്തോളം എൻവയോൺമെന്റിനെ നശിപ്പിക്കും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ യൂസ് ചെയ്ത് ഈ വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ എങ്ങോട്ടാണ് വീണ്ടും ഡംപ് ചെയ്യുന്നത്, നമ്മുടെ എൻവയോൺമെന്റിലേക്ക് തന്നെയാണ് ഡംപ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡംപിങ്ങിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസിന്റെ ഡംപിങ്ങിലൂടെ നമ്മൾ ആക്ച്വലി എന്തിനെയാണ്
പൊല്യൂട്ട് ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്ന, അതായത് നമ്മൾ ആദ്യത്തെ രണ്ട് ഇതിലും ഫസ്റ്റ് സെക്കൻഡ് കാര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എൻവയോൺമെന്റിനെ ഒരു റിസോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് നീഡിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് അതിനെയൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡിൽ വരുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു, അതിൽ നിന്നുള്ളതായിട്ടുള്ള വേസ്റ്റ് അതിനെ ആ ഒരു എൻവയോൺമെന്റിനെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ അവിടേക്ക് എന്താണ് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡംപിങ്ങിലൂടെ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള ഡംപിങ്ങിലൂടെ ആക്ച്വലി അവിടുത്തെ ലാൻഡും അവിടുത്തെ വാട്ടറും എയറും ഒക്കെ തന്നെ എന്താണ് പൊല്യൂട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ പൊല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ബാധകമാവും. കാര്യം ഹ്യൂമൻ സൊസൈറ്റിയും എൻവയോൺമെന്റ് എന്നും പറയുന്നത് ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സൊസൈറ്റി എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ, അതായത് സമൂഹവും പ്രകൃതിയും എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതെന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിലൂടെ വില്യം കോട്ടണും അതുപോലെ തന്നെ റെയ്ലി ഡൺലപ്പിന്റെ ഈ ഒരു മോഡലിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 കോമ്പീറ്റിംഗ് ഫംഗ്ഷനുകളാണ് എൻവയോൺമെന്റ് ഹ്യൂമൻ സൊസൈറ്റിയിലേക്ക് സെർവ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് റിസോഴ്സസിന്റെ ഷോർട്ടേജ്, രണ്ടെന്ന് പറയുന്നത് ഓവർ പോപ്പുലേഷൻ അഥവാ ഓവർ ക്രൗഡിങ്, തേർഡ് എന്ന് പറയുന്നത് എന്താണ്, പൊല്യൂട്ടിങ് ആണ്. അതായത് പൊല്യൂട്ടിങ് ദി എൻവയോൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ലാൻഡ്, വാട്ടർ, അത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷനിലൂടെ എൻവയോൺമെന്റിനെ തന്നെ ഹ്യൂമൻസ് പൊല്യൂട്ടഡ് ആക്കുവാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വിത്ത് ദി അഡ്വാൻസ്മെന്റ് ഓഫ് സിവിലൈസേഷൻ ഈച്ച് ഓഫ് 3 functions of environment compete for space to expand their activities. Such a competition is especially obvious in conflict between the living space and waste repository functions. അതായത് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും എന്താണ്, നമ്മളിപ്പോ ആദ്യം പറഞ്ഞ ഈ 2 കാര്യങ്ങളിലേക്ക് വേസ്റ്റ് റിപ്പോസിറ്ററി, അതായത് മൂന്നാമത്തെ കാര്യം വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അതെന്താണ് ആദ്യത്തെ 2 കാര്യത്തെയും ബാധിക്കും. അതായത് വേസ്റ്റ് റിപ്പോസിറ്ററിയിലൂടെ നമ്മളൊരു ഏരിയ മലിനമാക്കിയ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആക്കി കഴിഞ്ഞാൽ, ഒരു ലാൻഡ് പൊല്യൂട്ടഡ് ആക്കി കഴിഞ്ഞാൽ അവിടെയുള്ള റിസോഴ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ അത് ഇപ്പൊ നമ്മൾ കോൺസെൻട്രിക് സോണിനകത്ത് നമ്മൾ പറഞ്ഞു അല്ലെ, കോൺസെൻട്രിക് സോണിനകത്ത് കണ്ടോ ഓരോ സോണുകളും തമ്മിൽ തിരിക്കുക. ഫസ്റ്റ് സെൻട്രൽ ആയിട്ടുള്ള സോണിൽ എന്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ തന്നെ കാണുന്നതായിട്ടുള്ള ഇതാണ് അല്ലെ. അപ്പം പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ എന്താണ്, ഒരു ലിവിങ് സ്പേസിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഹ്യൂമൻ സൊസൈറ്റിയിൽ അഥവാ ഹ്യൂമൻസ് തമ്മിൽ തന്നെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയെല്ലാം വരുന്നതിലൂടെ ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഇപ്പൊ പഴയ ഒരു കാലഘട്ടത്തിൽ അധികമായിട്ടില്ല എന്നാലും ഉണ്ട്, എങ്കിൽ കൂടിയും നമ്മളുടെ ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഒക്കെ വന്നതിന് ശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പൊല്യൂഷന്റെ അതിനുശേഷം മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഒക്കെ വന്നതിന് ശേഷമുള്ള പൊല്യൂഷന്റെ അളവുകളും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ പഴയതിനെ അപേക്ഷിച്ച് ഒത്തിരി അധികം കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള 3 കോമ്പീറ്റിംഗ് കോൺഫ്ലിക്റ്റുകൾ അഥവാ കോമ്പീറ്റിംഗ് ഫംഗ്ഷനുകൾ എൻവയോൺമെന്റിലേക്ക് വരുന്നത് ഇപ്പോഴത്തെ ഒരു മോഡേൺ സൊസൈറ്റി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ സമൂഹത്തിൽ ഇതിന്റെ അളവ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അതായത് പൊല്യൂട്ടിങ്ങിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന റിസോഴ്സസിന്റെ അളവ് വളരെ കുറവാണ്. റിസോഴ്സസിന്റെ നമ്മുടെ യൂസേജ് കൂടുന്നതിലൂടെ റിസോഴ്സസിന്റെ സ്കാർസിറ്റി വളരെയധികം കൂടിയായിട്ട് വരിക. അതായത് റിസോഴ്സസിന്റെ അളവ് വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് സാരം. അതുപോലെ തന്നെ ഓവർ പോപ്പുലേഷനിലൂടെയും ഇതൊക്കെ തന്നെ ആണ് സംഭവിക്കുന്നത്. അതായത് റിസോഴ്സസ് എല്ലാവരിലേക്കും റീച്ച് ചെയ്യുന്നില്ല, എത്തുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി 3 കോൺസെപ്റ്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് നോക്കിയത്. ആ 3 കോൺസെപ്റ്റുകൾ നമ്മൾ തീരുവാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതാണ് ഈ ഒരു പാർട്ട് 1 ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലറ്റിക്സ്. അതായത് സമൂഹവും പ്രകൃതിയും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പ്രശ്നങ്ങൾ, അവർക്കിടയിൽ വരുന്നതായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, ഏതെല്ലാം രീതിയിലാണ് ഇവ രണ്ടും തമ്മിൽ ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 1970s മെയിൻ ആയിട്ട് ഈ സൊസൈറ്റി എൻവയോൺമെന്റൽ ഡയലറ്റിക്സ് എന്ന് പറയുന്നതിനൊക്കെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. തുടക്കം എന്നല്ല, അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ആ ഒരു സമയത്താണ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് കൂടുതലായിട്ടും പബ്ലിക് അറ്റൻഷൻ കിട്ടി തുടങ്ങി 1970s അതുകൊണ്ട് തന്നെ 1970s പുതിയ എൻവയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള മെഷേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കൂടുതലായിട്ട് വരുവാനും അതിനെ ഫോക്കസ് ചെയ്ത്
ഓരോ വേൾഡ് മൊത്തം ഓരോ കൺട്രീസും മുന്നോട്ട് വരാനും ഒക്കെ തന്നെ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഈ ഒരു എൻവയോൺമെന്റ് അഥവാ അത് സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലറ്റിക്സിനെ കുറിച്ചിട്ട് പറയാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അലൻ സ്നേൽബർഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പഠനമാണ്. അതായത് സോഷ്യൽ സിന്തസിസ് ഓഫ് സൊസൈറ്റൽ എൻവയോൺമെന്റൽ ഡയലറ്റിക്സ് ദ റോൾ ഓഫ് ഡിസ്ട്രിബ്യൂഷണൽ ഇമ്പാക്ട്സ് എന്ന് പറയുന്ന 1975 അലൻ സ്നേൽബർഗ് നടത്തിയ ഒരു സ്റ്റഡിയാണ് മെയിൻ ആയിട്ട് സൊസൈറ്റി എൻവയോൺമെന്റൽ ഡയലറ്റിക്സിനെ കുറിച്ച് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൂടെ മെയിൻ ആയിട്ട് അലൻ സ്നേൽബർഗ് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റ് ഡ്യൂ ടു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എക്സസീവ് എക്സ്ട്രാക്റ്റീവ് ഡിമാൻഡ് ഫ്രം നാച്ചുറൽ സറൗണ്ടിങ്സ്. അതായത് നമ്മുടെ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ എക്സസീവും അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റീവും ആയിട്ടുള്ള ഡിമാൻഡിലൂടെ നാച്ചുറൽ സറൗണ്ടിങ്സിനെ എങ്ങനെയെല്ലാമാണ് ചൂഷണം ചെയ്യുന്നത്, അതെങ്ങനെയെല്ലാമാണ് നാച്ചുറൽ സറൗണ്ടിങ്സിനെ ബാധിക്കുന്നത് അഥവാ നമ്മുടെ എൻവയോൺമെന്റിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് അലൻ സ്നേൽബർഗ് ഈ ഒരു സ്റ്റഡിയിലൂടെ മെയിൻ ആയിട്ടും അഡ്രസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് 3 ഡയലറ്റിക്സിലേക്കാണ് അഥവാ 3 കാരണങ്ങളിലേക്കാണ് അലൻ സ്നേൽബർഗ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇക്കണോമിക് എക്സ്പാൻഷൻ ഓഫ് സൊസൈറ്റി നെസസറിലി റിക്വയർസ് ഇൻക്രീസ് ദി എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻ. അതായത് അലൻ സ്നേൽബർഗ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു സമൂഹമാണേലും അതിന് ഒന്ന് ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് കൂടുതലായിട്ടുള്ള നമുക്ക് അതിൽ നിന്ന് ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? എൻവയോൺമെന്റിന്റെ ഹെൽപ്പ് വേണം അല്ലെ? എൻവയോൺമെന്റിൽ നിന്നുള്ള റിസോഴ്സസ് എടുത്തിട്ടാണല്ലോ നമ്മൾ ഡെവലപ്മെന്റിലേക്ക് ഡെവലപ്മെന്റ് ഒക്കെ കൊണ്ടുവരുന്നത് അല്ലെ? അപ്പൊ അതിനെല്ലാം എൻവയോൺമെന്റൽ റിസോഴ്സസ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇതിനകത്തെ ആദ്യത്തെ ഡയലറ്റിക്സ് എന്ന് പറയുന്നത് എക്കണോമിക് എക്സ്പാൻഷൻ ഓഫ് സൊസൈറ്റീസ് നെസസറി റിക്വയർസ് ഇൻക്രീസ് ദി എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻ. അതായത് ഒരു സൊസൈറ്റിക്ക് എക്കണോമിക് എക്സ്പാൻഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് വേണം? എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷന്റെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള അതായത് ലാർജ് സ്കെയിലുള്ള എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻ അതിന് നെസസറി ആയിട്ട് റിക്വയർ ആണ്. ഓക്കെ, അതായത് ഏതൊരു സമൂഹത്തിലാണേലും ഒരു ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ, ഒരു ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷന്റെ അളവ് അവിടെ കൂടുതലായിരിക്കും, അവിടെ സംഭവിക്കുന്നത് കൂടുതലായിരിക്കും. അഥവാ എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷന്റെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ദി ലെവൽ ഓഫ് എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻ ഇന്നെവിറ്റബിളി ലീഡ് ടു ഇക്കോളജിക്കൽ പ്രോബ്ലംസ് ranging from the disorganization of natural biotic system to the depletion of fixed resources. അതായത് നമ്മൾ എൻവയോൺമെന്റൽ ആയിട്ടുള്ള എക്സ്ട്രാക്ഷൻസ് അതിന്റെ അളവ് എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻസ് അഥവാ പ്രകൃതിയിൽ നിന്നുള്ള റിസോഴ്സസിന്റെ അളവ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതിനെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ എന്താണ് ഇക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിലേക്ക് നമ്മൾ അതെല്ലാം നയിക്കും. അത്തരത്തിലുള്ള പ്രോബ്ലംസ് നയിക്കുന്നതിലൂടെ എന്താണ് ബയോട്ടിക് സിസ്റ്റത്തിൽ തന്നെ ഓരോ ഡിപ്ലീഷൻസും ഫിക്സഡ് ആയിട്ടുള്ള ഡിപ്ലീഷൻസും അതുപോലെ തന്നെ എന്താണ് പ്രോബ്ലംസുകളും ഒക്കെ വന്നു തരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതായത് ആദ്യം പറയുന്നത് ഇക്കണോമിക് എക്സ്പാൻഷൻ, അതായത് ഒരു സമൂഹത്തിൽ ഇക്കണോമിക് എക്സ്പാൻഷൻ ഉണ്ടാവണമെങ്കിൽ എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷന്റെ റിക്വയർമെന്റ് കൂടുതലായിട്ടും എൻവയോൺമെന്റൽ എക്സ്പാൻഷൻ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. രണ്ടാമത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻസ് നമ്മൾ കൂടുതൽ ലെവലിൽ യൂസ് ചെയ്യുന്നതിലൂടെ ഇക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ നോൺ റിന്യൂവബിൾ, ഇപ്പൊ ലാൻഡ് എന്ന് പറയുന്നത് വീണ്ടും ഉണ്ടായി വരുന്ന ഒരു സാധനമല്ല, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഇപ്പൊ നമ്മൾ കല്ലും മണ്ണും ഒക്കെ തന്നെ നമ്മൾ എൻവയോൺമെന്റിൽ നിന്ന് എടുക്കുന്നതിലൂടെ അത് വീണ്ടും ഉണ്ടായി വരുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഉണ്ടായി വരുന്നില്ല. ഇത് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള യൂസേജിലൂടെ ഇപ്പം നമ്മൾ മരങ്ങളെയൊക്കെ നമുക്ക് വീണ്ടും തിരിച്ച് പിടിപ്പിച്ചൊക്കെ വരാം. പക്ഷെ ഇപ്പം നമുക്കിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാമെങ്കിൽ പറയാം, ഇപ്പൊ പണ്ടുള്ള മലകളും കാര്യങ്ങളും ഒക്കെ കുന്നും കാര്യങ്ങളും ഒന്നും ഇന്നൊന്നും കാണാൻ സാധിക്കത്തില്ല. കാര്യം എന്നാ? അതെല്ലാം മാന്തിയും അതെല്ലാം നശിപ്പിച്ചുമാണ് മണ്ണും കല്ലുകളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പാറമടകൾ പൊട്ടിക്കുന്നതൊക്കെ കേട്ടിട്ടില്ല.
അപ്പം അതൊക്കെ പൊട്ടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഓരോ സൈഡ് എഫക്റ്റുകളും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ പ്രോബ്ലംസും ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഓരോ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷന്റെ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷനിലൂടെ ഉണ്ടാവാനുള്ള ഇക്കോളജിക്കൽ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി മൂന്നാമത് ഫോക്കസ് ചെയ്യുന്ന ഡയലറ്റിക് എന്ന് പറയുന്നത് ദീസ് ഇക്കോളജിക്കൽ പ്രോബ്ലംസ് പോസ് പൊട്ടൻഷ്യൽ റെസ്ട്രിക്ഷൻ ഓൺ ഫർദർ ഇക്കണോമിക് എക്സ്പാൻഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഇക്കോളജിക്കൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ആക്ച്വലി അത് ഇക്കണോമിക് എക്സ്പാൻഷനെ തന്നെ പോസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇക്കണോമിക് എക്സ്പാൻഷൻ ആ ഒരു സ്ഥലത്ത് ഉണ്ടാവാനുള്ള ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവാനുള്ള ചാൻസിനെയും കുറയ്ക്കും. അതായത് 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം ഇക്കണോമിക് എക്സ്പാൻഷൻ ഉണ്ടാവണമെങ്കിൽ കൂടുതലായിട്ടുള്ള എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻ വേണ്ടി വരും സമൂഹത്തിൽ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രീതിയിൽ കൂടുതൽ എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നതിലൂടെ അല്ലെങ്കിൽ നടത്തുന്നതിലൂടെ ഇക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഇക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നതിലൂടെ ഇത് ആക്ച്വലി എന്തിനെ ആദ്യം നമ്മുടെ സമൂഹത്തിന് വേണ്ട സൊസൈറ്റിക്ക് വേണ്ടതായിട്ടുള്ള ഇക്കണോമിക് എക്സ്പാൻഷനെ തന്നെ പോസ് ചെയ്യും. അതായത് അതിനെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ആക്ച്വലി സമൂഹം ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എൻവയോൺമെന്റിനെ നശിപ്പിച്ചാൽ അതിലൂടെ എന്താണ് ഓരോ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് വരും. അത്തരത്തിലുള്ള എൻവയോൺമെന്റൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എന്തിനെ തന്നെ നശിപ്പിക്കും? നമ്മുടെ ഈ ഒരു സൊസൈറ്റിയെ തന്നെ നശിപ്പിക്കും എന്നാണ് ഈ ഒരു സൊസൈറ്റി എൻവയോൺമെന്റൽ ഡയലക്റ്റിക്സിലൂടെ അലൻ സ്നേൽബർഗ് മെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റഡിയിലൂടെ പറയുന്നത്. ഓക്കെ, സോ ഇതിലൂടെ മെയിൻ ആയിട്ട് പറയുന്നത് this means that a complex industrial society requires to continually expand its economic system by generating more demand even when ecosystem has reached its physical limits. അതായത് ഇക്കോളജിക്കൽ അതായത് എൻവയോൺമെന്റിന് അതിന്റെ ഫിസിക്കൽ ലിമിറ്റ് റീച്ച് ചെയ്തെങ്കിൽ കൂടിയും എന്താണ് ഒരു സൊസൈറ്റിക്ക് വളരണമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇത്തരത്തില് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ അതായത് ഒരു എൻവയൺമെൻറ്റ് അത് അതിൻ്റെ മാക്സിമം ലിമിറ്റേഷനിൽ എത്തിയതിന് ശേഷവും ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സൊസൈറ്റി ആ എൻവയൺമെൻറ്റിൻ്റെ അതിലുള്ളതായിട്ടുള്ള റിസോഴ്സസിനെ വീണ്ടും വീണ്ടും മാക്സിമം ആയിട്ട് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തിനു കാരണമാവും? ആ ഒരു എൻവയൺമെൻറ്റിൻ്റെ തന്നെ ആ ഒരു നാച്ചുറൽ കണ്ടീഷൻ അഥവാ ആ ഒരു എൻവയൺമെൻറ്റൽ കണ്ടീഷൻ്റെ ഇൻബാലൻസിങ്ങിന് കാരണമാവും. ഓക്കെ, ഇത്തരത്തിലുണ്ടാവുന്ന എൻവയോൺമെന്റൽ പ്രോബ്ലംസിനെയാണ് അഥവാ ഇത്തരത്തില് എൻവയോൺമെന്റിനെ ചൂഷണം ചെയ്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസിനെയാണ് ഈ ഒരു കണക്ഷനെയാണ് ഡയലക്റ്റിക് ടെൻഷൻ എന്ന് അലൻ സ്നേൽബർഗ് വിളിക്കുന്നത്. ഓക്കെ, ഡയലക്റ്റിക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? അതായത് ഇക്കണോമിക് എക്സ്പാൻഷന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിമാൻഡുകൾ ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? എൻവയോൺമെന്റിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു. ഇങ്ങനെ എൻവയോൺമെന്റിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് ആക്ച്വലി എന്തിനെയാണ് നശിപ്പിക്കുന്നത്? ആ ഒരു സൊസൈറ്റി ആ ഒരു എൻവയോൺമെന്റിനെ നശിപ്പിക്കും, അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റിയെ നശിപ്പിക്കും. അപ്പം ഇതിലൂടെ അലൻ സ്നേൽബർഗ് ഈ ഒരു പ്രോസസ്സിനെയാണ് ഡയലക്റ്റിക് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അലൻ സ്നേൽബർഗ് മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഗവൺമെന്റ് അഥവാ ഒരു കൺട്രി എന്ന് പറയുന്നത് രണ്ടിനെയും ഇക്കണോമിക് ഡെവലപ്മെന്റിനെയും പ്രൊമോട്ട് ചെയ്യണം, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ റെഗുലേറ്ററിനെയും പ്രൊമോട്ട് ചെയ്യണം. ഈ രണ്ട് കാര്യത്തെയും ഈക്വൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ എൻവയോൺമെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ രണ്ട് ഫാക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്തരത്തിലുള്ള ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആദ്യം എൻവയോൺമെന്റ് നശിക്കും, ഓവറായിട്ടുള്ള യൂസേജിലൂടെ റിസോഴ്സിന്റെ യൂസേജിലൂടെ എൻവയോൺമെന്റ് നശിക്കും. എൻവയോൺമെന്റ് നശിക്കുന്നതിലൂടെ പതിയെ പതിയെ ആ ഒരു സൊസൈറ്റിയും ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതിന്റെ ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞ് എക്കണോമിക് എക്സ്പാൻഷൻ ഇല്ലാതെയായി ആ ഒരു സൊസൈറ്റി ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അതുപോലെ തന്നെ സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലക്റ്റിക്സിനെ കുറിച്ച് അലൻ സ്നേൽബർഗ് അദ്ദേഹത്തിന്റെ തന്നെ ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ബുക്കിലൂടെ അഥവാ ഒരു അപ്രോച്ചിലൂടെയും പറയുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് 1980s
അദ്ദേഹത്തിന്റെ തന്നെ ദ എൻവയോൺമെന്റ് ഫ്രം സർപ്ലസ് ടു സ്കാർസിറ്റി എന്ന് പറയുന്ന ഒരു ബുക്കിലൂടെയാണ് ഈ ഒരു ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു അപ്രോച്ചിനെ കുറിച്ചിട്ട് അലൻ സ്നെയിൽബർഗ് ഈ ഒരു അതിനകത്തും കൂടുതലായിട്ട് പറയുന്നത് എന്താണ്, സൊസൈറ്റി എൻവയോൺമെന്റും തമ്മിലുള്ളതായിട്ടുള്ള ഈ ഒരു ഡയലറ്റിക്സിനെ കുറിച്ച് തന്നെയാണ്. ഈ ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വന്നു കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ കൂടി അതിലൂടെ എൻവയോൺമെന്റിന് വരുന്നതായിട്ടുള്ള പ്രോബ്ലംസ്, എൻവയോൺമെന്റിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും, സൊസൈറ്റിയും ചേഞ്ച് ആവുന്നു, എൻവയോൺമെന്റും ചേഞ്ച് ആവുന്നു. ഇതിൽ രണ്ടിലും വരുന്ന ചേഞ്ചസിനെയാണ് ഈ ത്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു അപ്രോച്ചിലൂടെ അലൻ സ്നെയിൽബർഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. സോ സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലറ്റിക്സ് എന്ന് പറയുന്നതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, മെയിനായിട്ട് എൻവയോൺമെന്റിനെ എങ്ങനെയെല്ലാമാണ് സൊസൈറ്റി യൂസ് ചെയ്യുന്നത്, അതിലൂടെ എങ്ങനെയാണ് സൊസൈറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിലൂടെ ഉണ്ടാവുന്നതായിട്ടുള്ള മെയിൻ ആയിട്ട് വരുന്ന 3 ഡയലറ്റിക്സിനെ കുറിച്ചുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. 3 ഡയലറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നെന്നായിരുന്നു, എക്കണോമിക് എക്സ്പാൻഷൻ സൊസൈറ്റിക്ക് ഉണ്ടാവണമെങ്കിൽ എന്തായിരുന്നു, ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എക്കണോമിക് എക്സ്പാൻഷൻ സൊസൈറ്റിയിൽ ഉണ്ടാവുള്ളൂ. രണ്ടാമത്, ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ എക്സ്ട്രാക്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി എന്ത് ചെയ്യും, സൊസൈറ്റിയെ തന്നെ എൻവയോൺമെന്റിനെ തന്നെ നശിപ്പിച്ചു തുടങ്ങും. ഇങ്ങനെ എൻവയോൺമെന്റ് നശിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും, അത് ഈ എക്കണോമിക് എക്സ്പാൻഷനെ തന്നെ പോസ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യാണ്ടും ഇടയായി തീരും. ഓക്കെ, അതുപോലെ തന്നെ അലൻ സ്നെയിൽബർഗ് പിന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യമാണ് ഡയലറ്റിക് ടെൻഷൻ എന്ന് പറയുന്നത്. ഡയലറ്റിക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്കണോമിക് എക്സ്പാൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കാതെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ത് ചെയ്യും, കൂടുതൽ എന്താണ് ഈ ഒരു എൻവയോൺമെന്റിനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, റിസോഴ്സസിനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് ഡയലറ്റിക് ടെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അലൻ സ്നെയിൽബർഗ് മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഈ ഒരു എൻവയോൺമെന്റും സൊസൈറ്റിയും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ ഇത്തരത്തിലുള്ള ഈ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് അഥവാ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഡ്യുവൽ റോൾ ചെയ്യണം. അതായത് എക്കണോമിക് ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യണം, അതുപോലെ തന്നെ എൻവയോൺമെന്റിനെ റെഗുലേറ്റും ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം. അത് നമുക്ക് അടുത്തുള്ള വീഡിയോകളിൽ നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, എൻവയോൺമെന്റൽ സോഷ്യോളജി എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ അതിന്റെ എമർജൻസും കാര്യങ്ങളും നമ്മൾ നോക്കി. പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെന്റും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ആദ്യം പരിചയപ്പെട്ട ഹ്യൂമൻ ഇക്കോളജിക്കൽ മോഡൽ റോബർട്ട് ഇ പാർക്കിൻ്റെതാണ്. രണ്ടാമത്തേത് കോൺസെൻട്രിക് സോൺ തിയറിയാണ്, റോബർട്ട് ഇ പാർക്ക്, ഏണസ്റ്റ് ബർഗസ്, മക്കൻസിയുടെ ഒക്കെയാണ്. മൂന്നാമത് സൊസൈറ്റി എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ, വില്യം കോട്ടന്റെയും റിലി ഡൺലപ്പിന്റെയും മോഡലാണ് നമ്മൾ പഠിച്ചത്. അതിലൂടെ 3 കോമ്പറ്റീവ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റിനെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റി എൻവയോൺമെന്റ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെട്ടു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ പാർട്ട് 1 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത്. ഇനി പാർട്ട് 2 വീഡിയോയിലൂടെ ഇതിന്റെ ബാക്കി പോർഷനുകളും ടോപ്പിക്കുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കുക. അത് നമ്മൾ മുന്നോട്ടുള്ള വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തന്നെ പോകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.